ورأى عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرس مسجد اللاهوت كم من لدني حواه علوما صلوا عليه وسلموا تسليما حتى لبحر النور جبريل وقف في سطحه رعبا فودع وهتف دعني تقدم يا حبيبي لا تخف أبصر تناجي ربك القيوم صلوا عليه وسلموا تسليما. ബഹുമാനികളെ, പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. റമദാൻ 11-ാമത്തെ പകൽ. കഴിഞ്ഞ സമയങ്ങളെല്ലാം അല്ലാഹു തആല നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അവശേഷിക്കുന്ന രാപ്പകലുകൾ അതർഹിക്കുന്ന വിധത്തിൽ അതിനെ ആദരിച്ച് ധന്യമാക്കി യാത്രയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലോക രാഷ്ട്രങ്ങളിൽ പലതും, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങൾ, പശ്ചിമേഷ്യ വളരെ പ്രതിസന്ധി തരണം ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും സമാധാനം നിലനിർത്തി തിരുമാറാകട്ടെ. വളരെയധികം ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. അള്ളാഹുവിൻ്റെ ഖളായിലും അവൻ്റെ നിശ്ചയത്തിലും നേരത്തെ ഉള്ള വിഷയങ്ങളാണ് ഇതൊക്കെ നടക്കുന്നതൊക്കെ. പക്ഷേ ദുആവും അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിൽപ്പെട്ടതാണ്. അദ്ദുആഉ യൻഫഉ ഫീമാ നസല വഫീമാ ലം യൻസിൽ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ, അള്ളാഹുവിനോട് ദുആരക്കുക, ആ മഹത്തായ സംഗതി അത് വന്നെത്തിയ മുസീബത്തുകൾ നീങ്ങിപ്പോകാൻ ഫലം ചെയ്യും. വരാൻ പോകുന്ന മുസീബത്തുകളും നാശങ്ങളും അത് തട്ടിപ്പോകാനും ഇല്ലാതാകാനും അത് കാരണമാകും. ദുആ എന്ന് പറയുന്നത് വലിയ ഒരു ആയുധമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ ആയുധം ഉപയോഗിക്കണം. അത് നമുക്കെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണല്ലോ. ലോകത്ത് സമാധാനമുണ്ടാകണം എന്നാണ് ബുദ്ധിയുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുക. നിരപരാധികളായ ആളുകൾ ഒരിക്കലും പ്രയാസപ്പെട്ടു പോകാൻ പാടില്ല. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി. ഊക്കുള്ളവർ കളിക്കുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടുന്നതും പ്രയാസപ്പെടുന്നതും നിരപരാധികളായ ദുർബലന്മാരാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ അറിഞ്ഞതനുസരിച്ച് മാധ്യമങ്ങളിലൂടെ അറിയുന്നത് 51 കുട്ടികൾ, ചെറിയ കുട്ടികൾ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് മരിച്ചുപോയി എന്നാണ് ഇറാനിൽ. അങ്ങനെ എത്രയോ ചെറിയ കുട്ടികളും പ്രായം ചെന്ന പുരുഷന്മാരും സ്ത്രീകളും അതുപോലെ യുവാക്കളും എത്രയോ പ്രയാസപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, പരിക്ക് പറ്റുന്നു, കൊല്ലപ്പെടുന്നു.
നേരത്തെ ഫലസ്തീനിലും ഗസയിലുമൊക്കെ അതിപ്പോഴും ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട്. വളരെ വലിയ തോതിൽ നേരത്തെ നടന്നിരുന്നു. ഇതെല്ലാം ലോകത്തിന് മൊത്തം നാശമാണ്. എല്ലാ സന്തുലിതാവസ്ഥയും തകരുകയും മനുഷ്യന് യഥേഷ്ടം ഉദ്ദേശിക്കുന്നത് പോലെ യാത്ര ചെയ്യാൻ കഴിയില്ല. വാണിജ്യ മേഖല തകർന്നടിയും, പല സാധനങ്ങൾക്കും വില കുത്തനെ ഉയരും, സമാധാനമില്ലാതെ ഭയവിഹ്വലരായി പലരും കഴിയേണ്ടി വരും. ഇങ്ങനെയെല്ലാം നിരവധി പ്രത്യാഘാതങ്ങളാണ് ഇതുപോലെയുള്ള കലുഷിതമായ അന്തരീക്ഷം സംജാതമാകുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ എന്ത് പറയാനാണ്, ഇതിൻ്റെ എല്ലാം ഉള്ളിൽ കുറേ ആയുധങ്ങൾ നിർമ്മിച്ച് വെച്ച് വിറ്റഴിക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ടല്ലോ. അത് ആരും പ്രത്യക്ഷത്തിൽ കാണുകയില്ല. ഇപ്പം തന്നെ ഉറങ്ങാൻ തുടങ്ങിയ സുബ്ഹാനല്ലാഹ്. ഒന്ന് ഈ ചെറുപ്പക്കാർക്ക് ശേഷം മുന്നോട്ട് വന്നാൽ ഒരു റാഹത്താവും, ഇന്നലെ ഈ ഉറക്കമില്ലാണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ ആയുധങ്ങൾ അതുണ്ടല്ലോ ഒരുപാട്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുമോ? ലഞ്ചിന് പറ്റുമോ? ഡിന്നറിന് പറ്റുമോ? രാവിലെ കട്ടൻ ചാക്ക് കൂട്ടാൻ പറ്റുമോ? അത് യുദ്ധത്തിനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ഒരിടത്തിൽ അല്ലെങ്കിൽ മറ്റൊരിടത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം. അത് തൂങ്ങി ഉറങ്ങിയാൽ കുറേ ആൾ ഉറങ്ങി, എന്താണ് ചെയ്യുക? വിളിച്ചു ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരുന്നാൽ ഞാൻ വേഗം ഇന്ന് നിർത്തും. കാരണം ഞാനൊരു മനുഷ്യൻ തന്നെയാണല്ലോ, ഇന്ന് അധികം നീട്ടുന്നില്ല. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ധാരാളം ആയുധങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു, അതിങ്ങനെ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പിന്നെന്താ ചെയ്യുക? ഇതിൻ്റെ പേരിൽ നിരപരാധികളായ ആളുകൾ ക്രൂശിക്കപ്പെടുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ലോകത്തിൽ സമാധാനം നിലനിർത്തി തരട്ടെ. ഇപ്പോൾ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ട എല്ലാ മേഖലകളിലും അല്ലാഹുവേ, യാ അല്ലാഹ്, യാ അലീമ സുൽത്താൻ, യാ ഖദീമൽ ഇഹ്സാൻ, യാ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, യാ അല്ലാഹു, യാ അല്ലാഹ്, നീ പെട്ടെന്ന് ഈ യുദ്ധത്തീ അണച്ചു തരണേ അല്ലാ. എല്ലാ നാടുകളിലും നീ സമാധാനം നിലനിർത്തി തരണേ അല്ലാ. ഇപ്പോൾ ദുആ ചെയ്താൽ പോരാ, നമ്മളെപ്പോഴും ദുആ ചെയ്യണം. ഗൾഫ് രാഷ്ട്രങ്ങൾ, അതിൽ എത്രയോ സഹോദരങ്ങളുണ്ട്, നമ്മുടെ ഉറ്റവരും ഉടയവരുമുണ്ട്. നല്ല മനസ്ഥിതിക്കാരായ നിരപരാധികളായ എത്രയോ ജനങ്ങളുണ്ട്. അതിൽ മതമൊന്നുമില്ല, മനുഷ്യന്മാർ. അവരെല്ലാം ബുദ്ധിമുട്ടുകയല്ലേ. അല്ലാഹുവേ, നീ എത്രയും പെട്ടെന്ന് സമാധാനം സ്ഥാപിച്ചു തരണേ അല്ലാ. എല്ലാറ്റിൻ്റെയും പിന്നിൽ ഹസദാണ്. ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തോട്, ഒരു കുടുംബത്തിന് മറ്റൊരു കുടുംബത്തോട്, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട്, അങ്ങനെ ചെറുതും വലുതുമായ മേഖലകളിലെല്ലാം വളരെ അധികം ദുസ്വാധീനം ചെലുത്തുന്ന സംഗതിയാണ് അസൂയ എന്ന് പറയുന്ന സംഗതി, ഹസദ്. അത് വല്ലാത്തൊരു രോഗമാണ്. ഹസദെന്ന രോഗം കാക്കണേ മരണം വരെ, കാബീല് തിന്ന് തുലഞ്ഞ നഞ്ഞാലോകരെ. നമ്മളെ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പാടിയില്ലേ, അൽമവാഹിബുൽ ജലിയയിൽ. ഹസദ് എന്ന് പറഞ്ഞ രോഗം അതെപ്പോഴും കാത്ത് വളരെ ഭീതിയോടെ കാക്കേണ്ട ഒരു സംഗതിയാണ്. കാബീല് തിന്ന് നശിച്ച നഞ്ഞാണ്, വിഷമാണ് ഹസദ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖി, ഫലഖിൻ്റെ നാഥനെ കൊണ്ട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂന്നാല് സംഗതികൾ പറഞ്ഞു. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിൽ ഷർറുള്ള സംഗതികളുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയുണ്ട്, നഫഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഷർറുകളെ തൊട്ട്
ഏതെല്ലാം സിറുണ്ടാക്കുന്ന സാധനങ്ങളുണ്ടോ അതിൻ്റെ സിറുകളെ തൊട്ടെല്ലാം കാവൽ ചോദിക്കുന്നു. എന്നിട്ട് ചില പ്രത്യേകമായ കാര്യങ്ങളെ പർട്ടിക്കുലറായി പറയാണ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഗാസിഖ് എന്താണ്? ഗാസിഖ് രാത്രിയാണ് എന്നൊരു തഫ്സീർ. അത് ഇരുളടഞ്ഞാൽ, രാത്രി സമയം എല്ലാം എന്താണ്, ഇരുളടഞ്ഞിട്ട് എല്ലാം മറയുകയാണ്. ആ സമയത്ത് പ്രത്യേകം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ജാഅ ജുൻഹുൽ ലൈലി ഫകുഫു സിബിയാനകും. രാത്രി കടന്നു വരുമ്പോൾ, പഴയ ഭാഷ പറഞ്ഞ മൈമ്പ്, മകരിവായിരിക്കും മൈമ്പ് എന്നായത്. ആ സമയത്ത് നിങ്ങൾ കുട്ടികളെ പുറത്തു പോകുന്നതിനൊട്ട് തടയണം. ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് തടഞ്ഞു വെക്കണം. കാരണം ഫൈനലിൽ ജിന്നിൻ തിസാറൻ, ജിന്നിൻ്റെ റേഞ്ച് വളരെ 100% നടക്കുന്നൊരു സമയമാണത്. മൊബൈലിൻ്റെ റേഞ്ചെല്ലാം പോലെ ജിന്നുകൾക്ക് വല്ലാത്ത പ്രസരിപ്പുള്ള വ്യാപനമുള്ളൊരു സമയമാണ് ആ സമയം, സന്ധ്യാസമയം. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികളെ നിങ്ങൾ പുറത്തു പോകുന്നതിനെ തൊട്ട് തടയണം. പിന്നെ രാത്രിയുടെ കുറച്ച് സമയം കഴിഞ്ഞാൽ വേണമെങ്കിൽ, ആവശ്യമാണെങ്കിൽ പുറത്ത് വിട്ടോളൂ. ആവശ്യമില്ലെങ്കിൽ ഒരൊറ്റ കുട്ടിയെയും പുറത്ത് വിടരുത്. ആരും തൂങ്ങി ഉറങ്ങുകയും ചെയ്യരുത്. ആവശ്യമില്ലെങ്കിൽ ഒരൊറ്റ കുട്ടിയെയും രാത്രി പുറത്ത് വിടരുത്. വിടരുത് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം രക്ഷിതാക്കൾ. അവർക്ക് വിടാതിരിക്കാൻ വിചാരിച്ചാൽ വിടാതിരിക്കാൻ കഴിയണം, വിടാൻ വിചാരിച്ചാൽ വിടാൻ കഴിയണം. രക്ഷിതാവിൻ്റെ നിയന്ത്രണത്തിലേ ഇല്ല, തീരെ കൈവിട്ടു പോകുന്നൊരവസ്ഥ. അള്ളാഹു അത്തരത്തിലുള്ള മക്കളിൽ നമ്മൾ ആരെയും മക്കളെ പെടുത്താതിരിക്കട്ടെ. യാതൊരു നിയന്ത്രണവും ഇല്ല. അവർ പോകുമ്പോൾ പോകും, വരുമ്പോൾ വരും. എവിടെയാണ് പോകുന്നതെന്ന് അറിയില്ല, എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയില്ല. നിരുത്തരവാദിത്തപരമായി സമീപിക്കുന്ന രക്ഷിതാക്കളും തീരെ ഇല്ലാതെയല്ല. അതുകൊണ്ട് പേരൻസിനോട് പ്രത്യേകിച്ച് പറയാണ്, നമ്മുടെ മക്കളെ പറ്റി ഒരു ബോധം നമുക്ക് വേണം. ഇവരെവിടെയാണ് പോകുന്നത്, എവിടെയാണ് അവർ തമ്പടിക്കുന്നതെന്നൊക്കെ. രാത്രി കാലങ്ങളിൽ അനാവശ്യമായി ബസ് ഷെൽട്ടറിലും അതുപോലെ പീഡികത്തിണ്ണയിലും ടൗൺ ഏരിയകളിലൊക്കെ പോയിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കുന്ന ചില കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇവിടെ ഈ കുറ്റ്യാടിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം കുറ്റ്യാടിയിൽ ഞാൻ അങ്ങനെ അസമയത്തൊന്നും ഇറങ്ങി പോകാറില്ലല്ലോ. പല തലങ്ങളിലും ഉണ്ടാകാറുണ്ട്. എന്തിനാണ് അങ്ങനെ കുറേ ചെറുപ്പക്കാർ രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ ചില സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്? ഒരു ലക്ഷ്യവും അവർക്ക് ഉണ്ടാവില്ല. അവരാരെയും പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും നിൽക്കുന്നതല്ല, വെറുതെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേണ്ടാത്ത പല സംഗതികളും ദുസ്വഭാവങ്ങളും കടന്നു വരിക. അതുകൊണ്ട് ഓരോ വീട്ടിലെയും മക്കളെക്കുറിച്ച് ആ വീട്ടിലുള്ള മുതിർന്ന ആൾ, ഗൃഹനാഥൻ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷെ എന്തൊരു ശല്യമാണ് ചില സ്ഥലങ്ങളിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക. ചിലപ്പോൾ പോലീസുകാരൊക്കെ തെറ്റിദ്ധരിക്കുക, എന്തിനാണ് ഇവരിങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇരിക്കാൻ പാടില്ല എന്നല്ലേ ഇയ്യാക്കും വൽ ജുലൂസ ഫി തുറുഖാത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടുന്ന് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത്. ഇയ്യാക്കും വൽ ജുലൂസ ഫി തുറുഖാത്ത്, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. വഴിയോരങ്ങളിൽ, വഴികളിൽ പോയി ഓവുപാലത്തുമ്മലും അതുപോലെ റോഡ് സൈഡുകളിലൊക്കെ ഇങ്ങനെ വെറുതെ പോയി ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇയ്യാക്കും വൽ ജുലൂസ ഫി തുറുഖാത്ത് സഹീഹായ ഹദീസാണ്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് നല്ലോണം ചിന്തിക്കണം. എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അവരുടെ കയ്യിലുള്ളത്, എന്താണ് അവർ വലിച്ചൂന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇതിന് റമദാൻ മാസം അല്ലാത്ത സമയമൊന്നും വ്യത്യാസമില്ല.
കുറച്ചൊക്കെ പറഞ്ഞാലൊക്കെ പഠിക്കും. തീരെ എല്ലാം പിടുത്തം വിട്ടുകണ ആരും ഒന്നും പറഞ്ഞാൽ കേൾക്കൂല എന്ന് വിചാരിക്കുന്നതും ശരിയല്ല. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ചില കുട്ടികളോട് മക്കളെ നിങ്ങളിങ്ങനെ ഇവിടെ നിൽക്കണ്ട, വേഗം പോയിക്കോളി എന്ന് പറഞ്ഞത് സ്വീകരിക്കുന്നതും പിന്നീട് ആ സ്ഥലത്ത് അങ്ങനെ പോകുമ്പോൾ കാണാതിരുന്നൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാ മക്കൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. കുട്ടികളാണ്, ചെറിയ പ്രായമാണ്. ആ സമയത്ത് അത്രയേ ചിന്തിക്കുള്ളൂ, കൂടുതൽ ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ മുതിർന്ന ആളുകൾ അവർക്ക് ഡയറക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് ഉത്താടെ ആകൃതമായ മക്കളാണ്, എല്ലാം പിടുത്തം വിട്ടുക എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ സംഗതി ശരിയാവില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ നിയന്ത്രിക്കണം. ഈ രാത്രി സമയങ്ങളിൽ അവിടങ്ങളിൽ പോയി നിൽക്കാൻ പാടില്ല. അതുപോലെ അല്ല, ചന്ദ്രനാണ്. ചന്ദ്രൻ അതിന് ഖുസൂഫുണ്ടായാൽ, ഗ്രഹണമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില ദൂഷ്യങ്ങളുണ്ട്. അതിനെ തൊട്ട് കാവൽ ചോദിക്കുകയാണ്. അങ്ങനെയും അർത്ഥമുണ്ട്. ഗ്രഹണി എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ പല സംഗതികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചുകൊണ്ട് പല സംഗതികളുണ്ട്. വേലിയേറ്റം, വേലിയിറക്കം, അതുപോലെ നമ്മളെ ഈ എക്ലിപ്സുമായിട്ട് അഥവാ ഈ ഗ്രഹണവുമായി ബന്ധപ്പെട്ടും പല സംഗതികളും പ്രപഞ്ചത്തിൽ നടക്കും. അതുകൊണ്ട് അതിൻ്റെ വകയിൽ ഒരു ഷർറും ഉണ്ടാകാതിരിക്കാൻ കാവൽ ചോദിക്കുന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ കെട്ടുകൾ കെട്ടി അതിൽ ഊതുന്ന ചില സിഹർ ചെയ്യുന്ന സ്ത്രീകളും അല്ലെ സിഹർ ചെയ്യുന്ന ത്വാഇഫത്ത് സമൂഹം സിഹറന്മാർ, അവരുടെ ഷർറിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്യും സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. സിഹറിനെ സംബന്ധിച്ചും ഹൽ യുസ്തഖ്റജു സിഹ്റു, സിഹർ പുറപ്പെടുവിക്കപ്പെടുമോ, സിഹർ ചെയ്ത് വെച്ച സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചയും അധ്യായങ്ങളും അതിൽ ഹദീസും കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നുൽ ആസം എന്ന് പറയുന്ന ഒരു യഹൂദിയായിരുന്നു സിഹർ ചെയ്തത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യമുണ്ട്. ഇത് നബിയാണെങ്കിൽ എന്തായിരുന്നാലും പിടിക്കപ്പെടും, അറിയിക്കപ്പെടും, ഉണർത്തപ്പെടും, വഹി വരും. അല്ല നബി അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞുപോട്ടെ, ഷർറ് നീങ്ങിപ്പോട്ടെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതേ ആട്ടിൽ മാംസത്തിൽ വിഷം കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ, യഹൂദിയത്ത്. അവളും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നബിയാണെങ്കിൽ എൻ്റെ ഈ തന്ത്രം നടക്കൂല, അത് അറിയിക്കപ്പെടും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമോ വായിലങ്ങ് വെക്കുമ്പോഴേക്ക് ഇത് സുമ്മുള്ളതാണ്, വിഷമുള്ളതാണ് എന്ന് ആ ആട്ടിൻ്റെ കൈപ്പല വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾക്ക് അതിൻ്റെ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. നബിയാണെങ്കിൽ അറിയിക്കപ്പെടും, ഉണർത്തപ്പെടും. അല്ലെങ്കിൽ പിന്നെ പോകട്ടെ, ഷർറ് നീങ്ങട്ടെ എന്ന് അവളും കരുതി. അതുപോലെ ലബീദ് ഇബ്നുൽ ആസം എന്ന് പറയുന്ന മനുഷ്യൻ സിഹർ ചെയ്തു. എന്തിലാണ് ചെയ്തത്? ഫി മുസ്തിൻ വ മുസാത്തത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ചില ശാരീരികമായ ക്ഷീണം വന്നു. നബി തങ്ങൾക്ക് തങ്ങളുടെ അഹ്ലിനെ സമീപിക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കും, പക്ഷേ അതിന് സാധിക്കുന്നില്ല. അങ്ങനെ ചില ക്ഷീണം ശാരീരികമായി വന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഉറങ്ങുമ്പോൾ അതാ രണ്ട് മലക്കുകൾ, ഒരു മലക്ക് വന്ന് തലക്കൂത്തലിരുന്നു, മറ്റേ മലക്ക് വന്നിട്ട് കാൽഭാഗത്തുമിരുന്നു. എന്നിട്ട് അതാ ഈ മലക്ക് ചോദിക്കുകയാണ് മറ്റേ മലക്കിനോട്, മാ വജഉർ റജുലി, ഈ മഹാന് എന്തോ ഒരു അസുഖമുണ്ടല്ലോ, എന്താണ് അസുഖം? അപ്പോൾ മറ്റേ മലക്ക് പറയാണ്, മത്ബൂബുൻ, സിഹർ ബാധിച്ചതാണ് എന്ന് പറഞ്ഞു. മത്ബൂബ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം തിബ് എന്ന് പറഞ്ഞാൽ ചികിത്സ എന്നാണ്. ചികിത്സ നൽകപ്പെട്ട ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അത് ശുഭലക്ഷണത്തിന് വേണ്ടി പറയാണ്. ലദീഖ്, അതേ വിഷം തീണ്ടിയ ആൾക്ക് സലീം എന്ന് പറയാറുണ്ട്. സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ആൾ എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില ഒരു നല്ല ശുഭലക്ഷണമുള്ള ചില പ്രയോഗങ്ങൾ, അതിൽപ്പെട്ടതാണത്. ഹദീസിൽ തന്നെ സഹീഹുൽ ബുഖാരിയിൽ തന്നെ സലീം എന്ന് ഈ വിഷബാധ ഏറ്റ ആളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ലദീഖിന് സലീം, രക്ഷപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചികിത്സ ചെയ്ത് അയാളുടെ വിഷമൊക്കെ ഇറങ്ങി രക്ഷപ്പെട്ടു പോയി എന്ന് ഒരാശ്വാസമുണ്ടാകുന്ന പ്രയോഗമാണ്. അതുപോലെയാണ് ഇവിടെ
മത്ബൂബ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏറ്റ ആ ഒരു വിഷമം, ശാരീരികമായ ബുദ്ധിമുട്ട് അത് നീക്കാൻ വേണ്ടി ചികിത്സ ചെയ്യപ്പെട്ട് രക്ഷപ്പെട്ട് എന്നറിയിക്കുന്ന വാചകം മത്ബൂബ്. അതുപോലെ കാഫില എന്ന് പറയാറുണ്ട്. കാഫില എന്ന് പറഞ്ഞാൽ കാഫല ഞാൻ മടങ്ങി വന്നു. കാഫിലക്കാരേ കള്ളറി പീഡിച്ചാരേ കാണാം നീലത്തിന്ന് കബക്കാവാൽ കൊന്നോവർ അല്ലേ, മഹീദ്യന്മാരുണ്ട്. കാഫില എന്ന് പറഞ്ഞാൽ കച്ചവട സംഘം എന്നാ. കച്ചവടത്തിന് വേണ്ടി പോകുന്ന സംഘത്തിനാണ് അറബിയിൽ കാഫില എന്ന് പറയുക. പോകുന്ന സംഘത്തിനാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നേരെ ആ വാചകത്തിൻ്റെ നേരെ അർത്ഥം കാഫല എന്ന് പറഞ്ഞാൽ മടങ്ങിയെന്നാണ്. അപ്പം കച്ചവടത്തിന് പോയിട്ട് കച്ചവടം ചെയ്ത് ലാഭം കൊയ്ത് അവർ ഒരു വിഷമം ഇല്ലാതെ തിരിച്ചു വരുന്ന സംഘം എന്ന ആ ഒരു ശുഭലക്ഷണമുള്ള അർത്ഥം വരുന്ന വാചകം അതിനു വേണ്ടി പ്രയോഗിക്കുകയാണ്. അങ്ങനെയൊക്കെ ചില സംഗതികളുണ്ട്. പണ്ടല്ലോ പഴയ മനുഷ്യന്മാരൊക്കെ പിന്നെ ഒരു വീട്ടിൽ കയറി ചെന്ന് അവിടുന്ന് യാത്ര ചോദിച്ചു പോകുമ്പോൾ ഞാൻ വരുന്നേ, ഞാൻ പോയി വരട്ടെ, അങ്ങനെയാ പറയാ. ഞാൻ പോട്ടെ, ഞാൻ പോയി, ഇനിയില്ല. ആ അർത്ഥം വരുന്ന രൂപത്തിൽ അല്ല സംസാരിക്കേണ്ടത്. അതൊക്കെ വളരെ ചിന്താർഹമാണ്. പഴയ കാലത്തുള്ള പഴമക്കാരുടെ ചില പ്രയോഗങ്ങളൊക്കെ, അവരുടെ വാചകങ്ങളൊക്കെ വളരെ പഠിക്കാനും ചിന്തിക്കാനുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഈ പ്രയോഗം. ഞാൻ പോയി പോയി വരട്ടെ, പോവാണ് സംഗതി, പക്ഷെ പോയിട്ട് വരട്ടെ, ഞാൻ അങ്ങനെ തന്നെ വിട്ടു പോകുന്നില്ല. നിങ്ങളുമായിട്ട് എനിക്ക് ഇനിയും ബന്ധപ്പെടണം ആഗ്രഹമുണ്ട്, ഇനിയും വരാനുള്ള തൗഫീഖ് അല്ലാഹ് തരട്ടെ, നമുക്ക് ഇനിയും കാണാം, മീറ്റ് അഗൈൻ എന്നെല്ലാം പറയുന്ന ആ ഒരു എല്ലാ അർത്ഥങ്ങളും ആ വാചകത്തിൽ ഉൾക്കൊള്ളുകയാണ്. ഞാൻ പോയി വരട്ടെ, ഞാൻ പോയി വരുന്നേ എന്ന് പറയുന്ന പ്രയോഗം ഇരിക്കട്ടെ. അതുപോലുള്ള പ്രയോഗമാണ് മത്ബൂബ്. എന്താണ് ഈ മഹാന് സംഭവിച്ചത്? അത് സിഹിർ ബാധിച്ചാണ്. ആരാ സിഹിർ ചെയ്തതെന്ന് ചോദിച്ച്, ലബീദ് ഇബ്നുൽ ആസം എന്ന് പറയുന്ന ആളാണ് സിഹിർ ചെയ്തതെന്ന് വഹിയാണ്. അത് അള്ളാഹുവിങ്കിൽ നിന്ന് മലക്ക് വന്നിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കണക്ക് കൂട്ടുന്ന ആളെടുത്ത് പോയിട്ട് എല്ലാ കണക്കന്മാരും പിന്നെ മോശക്കാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചികിത്സ ചെയ്യുന്ന നല്ല ആത്മാർത്ഥതയുള്ള ആളുകളൊക്കെ ഉണ്ട്. കണക്ക് കൂട്ടി ചില നിഗമനങ്ങൾ പറയുകയൊക്കെ ചെയ്യും. നിഗമനാണെന്ന് എന്ത് ചെയ്താൽ മതി, അതിൻ്റെതായ നിലവാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നല്ലാതെ അത് വഹിയൊന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും കണക്കൂട്ടി എന്നൊക്കെ പറയുമ്പോഴേക്ക് അങ്ങനെ തന്നെ വിശ്വസിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. ഒരിക്കലും ഒരു കൂട്ടരെയും അടക്കി ആക്ഷേപിക്കാൻ പാടില്ല. ചിലരുണ്ട് ഒന്നിച്ച് ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ അടക്കിയായിട്ട് ആക്ഷേപിക്കും. അവരൊക്കെ അങ്ങനെയാണ്. ഞാൻ ഓരോന്നിൻ്റെ പേര് പറയുന്നില്ല, അവരെല്ലാം അങ്ങനെയാണെന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചു, ലൈസു സവാൻ ആ അഹ്ലു കിതാബ് എല്ലാവരും ഒരുപോലെ അല്ല കേട്ടോ, അതിലും നല്ല മനുഷ്യന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ആല ഇമ്രാനിലാണോ, ലൈസു സവാൻ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ ഒരിക്കലും ഒരു വിഭാഗത്തെ, ഒരു സമൂഹത്തെ, ഡ്രൈവർമാരെ, മൊയ്ലിയാന്മാരെ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടക്കി ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ല. അല്ലെങ്കിൽ വ്യക്തികളെ ഒരിക്കലും ആക്ഷേപിക്കരുത്, പിന്നെ അടക്കി ആക്ഷേപിക്കാൻ പാടില്ല. അപ്പോൾ കണക്കന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും നിഗമനം പറഞ്ഞ് ചില രോഗങ്ങളൊക്കെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചികിത്സയൊക്കെ വന്നിരിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ ഉണ്ടാകാം. അതിലും ആത്മാർത്ഥമുള്ളവരൊക്കെ ഉണ്ടാകും. കുറേ തട്ടിപ്പുകൾക്ക് അതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും കണക്ക് കൂടി പറയുന്ന ആളുടെ വാക്ക് കേട്ടുകൊണ്ട് ഇന്നയാൾ എനിക്ക് സിഹിർ ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അങ്ങനെ അദ്ദേഹത്തോട് ശത്രുത വെക്കുകയും അയാളെ തെറ്റിദ്ധരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് വന്ന 2 മലക്കുകളുടെ സംഭാഷണമാണ്. ആരാണ് സിഹിർ ചെയ്തത്? മൻ തബ്ബഹു എന്ന് പറഞ്ഞു, ലബീദ് ഇബ്നുൽ ആസം എന്ന് പറയുന്ന ആളാണ്. എന്തിലാണ് സിഹിർ ചെയ്തതൊക്കെ സ്വഹീഹുൽ ബുഖാരി ഹദീസാണ്. ഫീ മുസ്തിൻ വ മുസാത്തദിൻ, ഒരു ചീർപ്പും അതുപോലെ അതെ വാർന്ന് എടുത്ത പിന്നെ ഈ ചീകുമ്പോൾ വീഴുന്ന മുടികളും അതൊക്കെ ചേർത്തുകൊണ്ടാണ്. അതെന്തിലാ വെച്ചത്? ഈ ജുഫി തൽഅത്തിൻ ദക്കരിൻ, ഒരു ഈത്തപ്പനയുടെ ആൺകൊലയുടെ പിന്നെ കൂമ്പോ അതിൻ്റെ ഉള്ളിലാണുള്ളത്. അതെവിടെയാണ് കൊണ്ടുപോയി വെച്ചത്? ഫീ റാഊനത്തിൻ, ഫീ തഹത്ത റാഊനത്തിൻ, ഫീ ബിഇരി ദർവാൻ, അല്ലെങ്കിൽ അർവാൻ. കുറച്ച് മുമ്പോട്ട് വന്നാലേ
ദർവാൻ എന്ന് പറയുന്ന കിണറ്റില് ഒരു വലിയൊരു കല്ലുണ്ട്. റാവുനത്ത് എന്ന് പറഞ്ഞാൽ ഈ കിണറ്റിലൊക്കെ വെള്ളം കോരാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്ത് വെക്കുന്ന പണ്ടേ കാലത്തൊക്കെ, ഇന്നിപ്പോൾ ഒന്നും കാണൂല, ഒരു വലിയ കല്ലുണ്ട്, നീണ്ട കല്ല്. ആ കല്ലിനാ പറയാ. ആ കല്ലിൻ്റെ ചുവട്ടിലാണ് ഇത് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ പറഞ്ഞയച്ചു. അത് എന്ത് ചെയ്തു? അപ്പം പോയി നോക്കുമ്പോൾ ആ കിണറ്റിലുള്ള വെള്ളം കാന്നഹു നുഖാഅത്തിൽ ഹിന്നാ, ഈ മൈലാഞ്ചി കലർന്നതുപോലെ ചോന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള ഈത്തപ്പനകൾ കാന്നഹു റൂസു ശയാത്തീൻ, കാണാൻ വളരെ വികൃതമായി ശൈത്താന്മാര തല പോലെ ഉണ്ട്. അതൊക്കെ ഈ സിഹറിൻ്റെ കടുപ്പം കൊണ്ട് ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ കിണറ്റിലുള്ള വെള്ളത്തിൻ്റെയും അതിൻ്റെ അടുത്തുള്ള ഈത്തപ്പനയുടെയും കൊലയുടെയും സാധാരണയുള്ള അവസ്ഥയാകാനും സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അതിൻ്റെ ലാഹിർ മനസ്സിലാകുന്നത് ഈ ചെയ്ത സിഹറിൻ്റെ കടുപ്പം കൊണ്ടാണ്. സിഹർ എന്ന് പറഞ്ഞാൽ വല്ലാതെ കടുപ്പുള്ള സംഗതി. സിഹറും കണ്ണേറൊക്കെ ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ സംഗതി യാഥാർത്ഥ്യത്തെ നിഷേധിക്കാന്നല്ലാതെ വേറോടെ ചുക്കും വരൂല. അങ്ങനെയൊക്കെ ഉണ്ട്. അള്ളാഹു തആല കാക്കട്ടെ. നമ്മൾ ആരും സിഹർ ചെയ്യാനും വേണ്ട, നമുക്കാരും സിഹർ ചെയ്യുകയും വേണ്ട. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? അത് പുറത്തെടുത്തു എന്നാണ്. പുറപ്പെടുവിക്കപ്പെട്ടു എന്നും ഉണ്ട് റിപ്പോർട്ട്, പുറപ്പെടുവിക്കപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട്. രണ്ടും ശരി തന്നെയാണ്. പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തു? അതിൻ്റെ ശേഷം അത് കുഴിച്ച് മൂടിക്കളഞ്ഞു. അതേസമയത്ത് പുറപ്പെടുവിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ലാ ഉരീദു അൻ ഉതീറ ശർറ അലാ അഹദിൻ, ഒരാളുടെയും മേൽ നാശം ഇളക്കിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇതിൻ്റെ പേരിൽ ഒരു ഫിത്നയും ഫസാദും കുഴപ്പമുണ്ടാകണ്ട. ഒരു നേതാവ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രതികരിക്കൂ അനുയായികളെ, പ്രതികരിക്കൂ എന്ന് പറയല്ല നേതാവ് വേണ്ടത്. നേതാവിന് എന്തെങ്കിലും ചെറുക്കനെന്ന് സംഭവിക്കുമ്പോഴേക്ക് പ്രതികരിക്കൂ എന്ന് പറയല്ല വേണ്ടത് നേതാവ്. നേതാവ് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവിടെ നടപടിയെടുക്കാനൊക്കെ കഴിയും. പക്ഷേ ലബീദ് ഇബ്നു ആസം ആ സിഹർ ചെയ്ത് സമ്മതിച്ചിട്ടുണ്ട്. അയാളെ വെറുതെ വിട്ടു. അതാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ. എത്രയോ സന്ദർഭങ്ങളിൽ വലിയ കടുത്ത തെറ്റ് ചെയ്ത, സ്വന്തത്തിന് ശരീരത്തിന് കേടുവരുത്താൻ വേണ്ടി ശ്രമിച്ച, കൊല്ലാൻ വേണ്ടി വന്ന, വാളോങ്ങിയ ആളുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, വെറുതെ വിട്ടിട്ടുണ്ട്. അതുപോലെ ലബീദ് ഇബ്നു അസ്മിനെയും വെറുതെ വിട്ടു, ഒന്നും ചെയ്തില്ല. നബി തങ്ങൾക്ക് സിഹർ ചെയ്തതിൻ്റെ പേരിൽ അതൊന്ന് പ്രചരിപ്പിച്ച്, ആ സാധനമൊക്കെ ഒന്ന് പ്രദർശിപ്പിച്ച്, ഇതിലാണ് സിഹർ ചെയ്തത്, ഇന്നയാളാണ് സിഹർ ചെയ്ത്. ഇവിടെ ആയിരിക്കല്ലോ സിഹർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ അപ്പം ചെയ്യങ്ങനെ? ഞാനിതിങ്ങനെ എത്ര വന്നിട്ടാണ് ഇത് പറയുന്നത്. ഇത്ര പ്രയാസമുണ്ട്. അല്ലാ, അങ്ങനെ വലിയ ഒരു സമൂഹത്തെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ എതിരാക്കാനും വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാനൊക്കെ കഴിയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ശർറും ഫിത്നയും ഉദ്ദേശിക്കുന്ന ആളല്ല. മറിച്ച് അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയും എല്ലാ ഉപദേശങ്ങളും നൽകുന്ന നേതാവാണ്. അതുകൊണ്ട് തങ്ങൾ അങ്ങനെ വിട്ടുകൊടുത്തു. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് സംസാരിക്കുന്നില്ല. വമിൻ ശർറിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, അങ്ങനെ കെട്ടുകളിൽ ഊതിയിട്ട് സിഹർ ചെയ്യുന്ന സാഹിരീങ്ങളായ സ്ത്രീകൾ അല്ലെങ്കിൽ സാഹിരീങ്ങളായ സമൂഹം, അവരുടെ ശർറിനെ തൊട്ടും കെടുതികളെ തൊട്ടും കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അവസാനമായി പറയുന്നത് 3 പ്രത്യേകം എടുത്തു പറഞ്ഞു. ആദ്യം എല്ലാ ശർറ്, സൃഷ്ടിക്കപ്പെട്ട എല്ലാ ശർറിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ്, പിന്നെ 3 കാര്യങ്ങൾ പ്രത്യേകം ഖാസായി എടുത്തു പറഞ്ഞു. അതിലവസാനമായി വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അള്ളാഹു പറയുന്നത്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുവിൻ്റെ കെടുതിയെ തൊട്ടും, ഇദാ ഹസദ്, അവൻ്റെ ഹസദിനെ പ്രകടിപ്പിച്ചുകൊണ്ട്, ഹസദ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് വല്ലാത്തൊരു സംഗതിയാണ്. ഹസദ് മനസ്സിൽ വെക്കലുണ്ട്, ഹസദ് പ്രകടിപ്പിക്കലുണ്ട്. ഹസദ് മനസ്സിൽ വെക്കുമ്പോൾ അതിൻ്റെ കെടുതി, അതിൻ്റെ ദൂഷ്യം ഉണ്ടാകുന്നത് ഹസദ് വെക്കുന്ന ഹാസിദിനാണ്.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ സൂക്ഷിക്കണം, ഹസദ് സൂക്ഷിക്കണം. ഹസദ് എന്ന് പറഞ്ഞാൽ എന്താ? അസദിനെ തൊട്ട് സൂക്ഷിക്കുമ്പോൾ തന്നെ ഹസദിനെ തൊട്ടും സൂക്ഷിക്കണം. അസദ് എന്ന് പറഞ്ഞാൽ നരി. അസദ് നരി, അത് ഈ ഹദീസില്ലട്ടോ, ഞാനൊന്ന് ഒപ്പിച്ച് പറഞ്ഞതേ. അസദ് എന്ന് പറഞ്ഞാൽ നരിന്ന്. അസദിനെ തൊട്ട് സൂക്ഷിക്കുന്നത് പോലെ അതിനേക്കാളും കൂടുതൽ ഹസദിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇയ്യാകും വൽ ഹസദ്, മറ്റൊരാൾക്കുള്ള നിഅമത്തിൽ കണ്ണുകടി അതെങ്ങനെയെങ്കിലും നീങ്ങിപ്പോകണമെന്ന് വിചാരിക്കുക. അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തുക. എനിക്ക് കിട്ടിയില്ലെങ്കിൽ തിരക്കേടില്ല, ഒല നീങ്ങിപ്പോണം. കടുത്ത ഹസദാണത്. അല്ലാഹു തആല അത്തരത്തിലുള്ള ഒരു ദുർവിചാരങ്ങൾ നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു തആല ശുദ്ധീകരിച്ച് തരട്ടെ. ലോകത്ത് സാമ്പത്തിക രംഗത്തോ ആരോഗ്യ രംഗത്തോ ഭംഗിയുടെ രംഗത്തോ ഒരു വിഷയത്തിലും സന്തുലിതാവസ്ഥ ഇവിടെ സ്ഥാപിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്തൊരു കുട്ടിക്കും അത് സാധ്യമല്ല. എല്ലാവരും ഒരേപോലെ സാമ്പത്തിക നിലവാരം, എല്ലാവർക്കും ഒരേപോലത്തെ ആരോഗ്യം, എല്ലാവർക്കും ഒരേപോലത്തെ സൗന്ദര്യം, എല്ലാവർക്കും ഒരേപോലത്തെ ശബ്ദം, എല്ലാവർക്കും ഒരേപോലത്തെ സ്വാധീനം, അങ്ങനെയൊന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഖാലിഖായ അള്ളാഹു ഉദ്ദേശിക്കണ്ടേ, നല്ല നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വരുമെന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് മേലെയും താഴെയും ആളുകളുണ്ടാകും, ഉയർന്ന കാറ്റഗറിക്കാരും താഴ്ന്ന കാറ്റഗറിക്കാരുണ്ടാകും. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? താഴ്ന്നവരെ കുറിച്ച്, നമ്മളെക്കാളും താഴെ കടയിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുക. ഒരങ്ങനെയല്ലേ, ഒരു അൽഹംദുലില്ലാ എനിക്കൊരു പുര ഉണ്ടല്ലോ, തൽക്കാലം കാര്യം പാർക്കുവേ, ഇടക്കിടക്ക് ചോരുന്നല്ല ഉണ്ടെങ്കിലും എന്നാലും സാരമില്ല, എനിക്കൊന്ന് ഒരു കൂര എന്ന നിലക്ക് കയറി പാർക്കുവാനുണ്ടല്ലോ. അതും ഇല്ലാത്ത അവിടെ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് ടെൻറ്റ് കെട്ടിയിട്ടും പീഡിയക്കോനായാലൊക്കെ താമസിക്കുന്ന കുറേ ആൾക്കാരില്ലേ ലോകത്ത്. അൽഹംദുലില്ലാ എനിക്ക് ഈ ഒരു കൂര അള്ളാഹ് തന്നല്ലോ എന്ന് ചിന്തിച്ചാൽ പിന്നെ ഹസൻ ഉണ്ടാവില്ല. അള്ളാഹു തആല ചെയ്ത നിഅമത്ത് വലുതായി കാണുകയും ചെയ്യും. നല്ല വാർപ്പിൻ്റെ സുന്ദരമായ വീടുള്ള ആൾ അൽഹംദുലില്ലാ, അപ്പുറത്ത് അവിടെ എന്താ ഓടിട്ട പുരക്കാരൻ വിചാരിക്കണം, അപ്പുറത്ത് ഒരു ഓലപ്പുരക്കാരനായുള്ള ഓലപ്പുര എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം ചില കുഞ്ഞാൾക്ക് തിരിയൊന്നും അറിയില്ല. പിന്നെ ആ ഓലപ്പുരയുള്ള ആളെ പറ്റി ആലോചിക്കുക. എനിക്ക് കൊല്ലത്തിൽ ഇത് മാറ്റണ്ടേ? മഴ ഇങ്ങ് അടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഈ പുര കെട്ടാത്ത വേജാറിങ്ങനെ ഒരേന്നിങ്ങനെ പറയും, അങ്ങനെ അതാ മഴ വരുന്നുണ്ട്, കർക്കിടം പറന്നക്ക്, അങ്ങനെ അല്ല അതെ, പിന്നെ ഇടവം പറന്നക്ക്, ഇടവം പകുതിയ മഴങ്ങ്, പിന്നെ ആനഭാഗത്തും അല്ലെങ്കിൽ വെയ്യൂന്നെല്ലാം പറയൂ. സുബ്ഹാനല്ലാ, എന്തൊരു ബേജാറാണ്. പുര കെട്ടുന്നത് വരെ ബേജാറായിരിക്കും. ഇതൊന്നും കണ്ടിന് പേപ്പറൊന്നും ആയിരിക്കും വേണ്ട. എൻ്റെ പ്രായത്തിന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെന്ത് പറയണ, അതിന് മുമ്പുള്ളവർക്കല്ല, നമ്മളെ ഉപ്പാപ്പമാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ കൊല്ലത്തോട് കൊല്ലോ പിന്നെ ഈ തെങ്ങിൻ്റെ ഓല കൊത്തിയിട്ട് അത് എന്ത് ചെയ്യുക, കീറുക, ചീന്തുക, എന്നിട്ട് അത് വെള്ളത്തിൽ പൊതിർക്കുക, എന്നിട്ട് അത് മടയുക, ഓലയാക്കുക, എന്നിട്ട് കെട്ടുക. കൊല്ലത്തിലെ കൈക്കലേനു, അയച്ചിൽ മാറ്റല. ഇപ്പം തോന്നുന്നു ഇപ്പം കുറച്ച് കാലമായിട്ടുള്ളൂ ഇത്. ആ പുര കെട്ടാൻ എടുക്കുന്ന സമയത്തുള്ള ബേജാറ് ഞാൻ അനുഭവിച്ചാണ്. ഉമ്മ എല്ലാം ഇങ്ങനെ നെഞ്ഞത്തുനിന്ന് ഇങ്ങനെ ഇടിക്കുകയും തുളക്കുകയും ചെയ്യുന്നുണ്ടാവും. അത് മഴങ്ങന്ന് വരുന്നു, മഴക്കാരണം കാണുമ്പോഴത്തേക്ക് കുറച്ചോനെ പുര കെട്ടിക്കില്ലല്ലോ എന്നുള്ള ബേജാറ്. കാരണം ആ സമയത്തൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിലുണ്ടോ തീർത്തും പിന്നെ പുരയിലായിരിക്കും വെള്ളം ഉണ്ടാവുക. തീർത്തും വെറും വെള്ളമല്ല, അതിന് ചിരട്ടേൻ്റെ ഇതും ഉണ്ടാവും, മറ്റേ ഒരുപാട് ചിരട്ടക്കാട്ട്, അങ്ങനെ കുറേ സാധനം ഉണ്ടാവും. അങ്ങനെ അൽഹംദുലില്ലാ എൻ്റെ ഓടിട്ട പുരയാണ്, അതുകൊണ്ട് കൊല്ലത്തിൽ ഇത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പുറത്തില്ലേ ഓലപ്പുരക്കാരൻ, വാർപ്പിൻ്റെ പുരക്കാരൻ വിചാരിക്കുക, അൽഹംദുലില്ലാ ഞാനൊരു വാർപ്പിൻ്റെ പുരയിലാണുള്ളത്, അപ്പുറത്ത് ഓട്ടും പുര എന്ന് കൊന്നതിൽ വീണിക്കിൻ്റെ തേങ്ങ വീണിക്കിൻ്റെ പൊട്ടൂലേ അല്ലേ? ചില സ്ഥലത്ത് ഓടിട്ട പുര നിങ്ങൾ കാണാം, ഇങ്ങനെ സാധനം ഇങ്ങനെ കെട്ടിയ പണ്ടെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്, അത് അല്ലേ? അതൊന്നും അങ്ങനത്തെ എനിക്ക് കാണൂല. ഇങ്ങനെ ഈ അലകലം വെച്ചിട്ട് ഇങ്ങനെ തേങ്ങ വീണ മനസ്സിറച്ചി ഇങ്ങോട്ട് പോരും, അങ്ങനെ പുരേമ്മല് പോവില്ല. അപ്പോൾ ഒരു പിന്നെ തേങ്ങ വീണാൽ 2, 3, 4 ഓടൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ, അൽഹംദുലില്ലാ എനിക്കൊരു വാർപ്പിൻ്റെ പുര അള്ളാഹ് തന്നല്ലോ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, താഴേക്കടയിലേക്ക് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നമ്മൾ വലുതായി കാണുകയും ആ നിഅമത്തിനെ ഓർക്കുകയും ശുക്ർ ചെയ്യണമെന്ന് ബോധം ഉണ്ടാവുകയും ആ പാവപ്പെട്ടവരോടുള്ള അലിവും അവർക്കും ഇതുപോലത്തെ ഒരു ഡെവലപ്പ് ഉണ്ടാകണമെന്ന് ചിന്തിക്കുകയും ചെയ്യും. അതേസമയത്ത് മേലോട്ട് നോക്കിയാലോ, ഓലപ്പുരക്കാരൻ ഓടുപുരക്കാരൻ നോക്കുന്നു, ഓടുപുരക്കാരൻ പിന്നെ വാർപ്പുരക്കാരൻ നോക്കുന്നു, വാർപ്പുരക്കാരൻ വലിയ പാലസ് ഉള്ളവനെക്കുള്ള നോക്കുന്നു. അങ്ങനെ നോക്കിയാൽ അല്ലാഹു തആല നമുക്ക് ചെയ്ത നിഅമത്ത് നമ്മൾ കാണൂല. ആ നിഅമത്തിനെ നമ്മൾ ചെറുതാക്കി കാണലാകും. ഒരിക്കലും തന്നെ നമുക്കൊരു നന്ദി ബോധം ഉണ്ടാവുകയില്ല. താഴെ കിടക്കാറെ കുറിച്ച് നമുക്കൊരിക്കലും ചിന്തയുണ്ടാവില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹസദ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അള്ളാഹു തആല കൊടുത്തിട്ടുള്ള നിഅമത്ത് അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കും. എനിക്ക് തീരെ ഇഷ്ടമില്ല അവനിക്കത് കിട്ടിയത്. അത് പലപ്പോഴും ഉണ്ടാകുകയും കൊടുക്കും. ആരോടാ ഉണ്ടാവുക? ഇവിടെ കുറെ അദാനിയും അംബാനിയും അങ്ങനെ കുറെ വലിയ വലിയ ലോക കോടീശ്വരന്മാരില്ലേ, ഓരോണല്ലേ ഉണ്ടാവുക. അസൂയ ആരോടാ ഉണ്ടാവുക? തൊട്ടടുത്തുള്ളവനോട്, തൊട്ട അയൽവാസിയോട്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള വളരെ അധികം രക്തബന്ധമുള്ള കുടുംബക്കാരനോട്, സഹപ്രവർത്തകനോട്, സഹപാഠികളോട്, സഹാധ്യാപകരോട്, അതുപോലെ ഓരോ രംഗത്തും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകളോട്, അവരോടൊക്കെ ഈ ഹസദ് ഉണ്ടാകാം. അതുകൊണ്ട് ആ ഹസദ് നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അൽ ഹസദു, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്. നിങ്ങൾ സൂക്ഷിക്കണേ, ഹസദ് സൂക്ഷിക്കണേ. ഫഇന്നൽ ഹസദ, തീർച്ചയായിട്ടും അസൂയ, യഅകുലുൽ ഹസനാതി, നിങ്ങൾ ചെയ്തു വെക്കുന്ന സൽക്കർമ്മങ്ങളെ അത് തിന്ന് തീർത്ത് കളയും. കമാ തഅകുലുൻ നാറുൽ ഹതബ, തീ എങ്ങനെയാണോ വിറകിനെ തിന്ന് തീർക്കുന്നത് അതുപോലെ അസൂയ നിങ്ങളുടെ നന്മകളെ, സൽക്കർമ്മങ്ങളെ തിന്ന് തീർത്ത് കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇനി അത് സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട 1-2 ഹദീസുകളുണ്ട്. അത് നമുക്ക് നാളെ പറയാം. ഇന്ന് ആ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ നിസ്കാരത്തിൻ്റെ 2ാമത്തെ റുക്ന് തക്ബീറത്തുൽ ഇഹ്റാം, അതിനെ സംബന്ധിച്ച് ഒരു 5 മിനിറ്റ് പറഞ്ഞിട്ട് നിർത്തും. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് പോവുക. വലിയ പ്രതിസന്ധിയുള്ള സമയമാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഈ സദസ്സിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു മുഅ്മിന്റെ ദുആയാണ് അല്ലാഹു സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടെ പ്രശ്നം തീരൂലേ. അതുകൊണ്ട് ആരും പോകല്ല. വലിയ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ നിൽക്കുക. അധികം നീട്ടുന്നില്ല. തക്ബീറത്തുൽ ഇഹ്റാമാണ് 2ാമത്തെ റുക്ന് എന്ന് പറഞ്ഞു. അതിന് പേര് വന്നതിൻ്റെ കാരണം പറഞ്ഞു. പിന്നെ ആ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങുകയും നിസ്കാരത്തിൽ അതിൻ്റെ നീക്കുപോക്കുകളിൽ ആവർത്തിച്ച് സമയല്ലാഹു ലിമൻ ഹമിദൻ്റെ ആ ഒരു രംഗമൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആവർത്തിച്ച് ഈ തക്ബീർ ചൊല്ലുന്നതിൻ്റെ, അത് നിശ്ചയിച്ചതിൻ്റെ ഇല്ലത്തും അതിൻ്റെ ഹിക്മത്തെല്ലാം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൽ വാജിബു ബിഹാ കകുല്ലി ഖൗലിൻ ഇസ്മാഉ നഫ്സിഹി, ഈ തക്ബീറത്തുൽ ഇഹ്റാമിൽ അത് മാത്രമല്ല ഫാത്തിഹ, അതുപോലെ തഹിയ്യാത്ത് തുടങ്ങിയ ഖൗലിയായ വാക്ക് സംബന്ധമായിട്ടുള്ള ഫർളുകളെല്ലാം പോലെ തന്നെ ഈ തക്ബീറത്തുൽ ഇഹ്റാമും നമ്മൾ ഒറ്റക്ക് കേൾക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? അവനവൻ കേൾക്കണം. ഇപ്പം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഞാനും കേട്ടിട്ടില്ല. അതുപോലെ അല്ലാഹു അക്ബർ ഞാൻ കേൾക്കണം, എൻ്റെ നഫ്സ് കേൾക്കണം. അതുകൊണ്ട് അടുത്തുള്ള ആൾ ഇടങ്ങാറാക്കാൻ ചെയ്യരുത് കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു അറ്റക്കുട്ടീനെ ഇടങ്ങാറാക്കാൻ പാടില്ല. എല്ലാവരും നിൽക്കരിക്കാൻ വന്നാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ഒന്നും പറഞ്ഞാൽ ആർക്കും ഇടങ്ങാറുണ്ടാവില്ല. അത് വേണം. എല്ലാ ഖൗലിയായ റുക്നും എന്ത് വേണം? അങ്ങനെ നഫ്സ് കേൾക്കണം. ഇസ്മാഉൻ നഫ്സ് വേണം. എപ്പോൾ ഇൻസഹ സംഉഹു, കേൾവി എല്ലാം ശരിക്കുള്ള ആളാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇപ്പം എന്താക്കുവാനാ? ഇപ്പം വലാ ലഗത്തിൻ അവനെ, അല്ലെങ്കിൽ അതുപോലെ ശബ്ദ കോലാഹലങ്ങളോ അപ്പുറത്ത് നിന്ന് അനൗൺസ് ചെയ്യുന്ന വച്ചോ വേറെ എന്തെങ്കിലും ശബ്ദങ്ങളോ അപശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വിധത്തിൽ, അല്ലാണ്ട് വലിയ ശബ്ദം അപ്പുറത്തുണ്ടെന്ന് അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണോ? അവരേണ്ട ആവശ്യമില്ല. നമ്മളെ നഫ്സ് എന്ത് ചെയ്താൽ മതി? കേട്ടാൽ മതി. വയതഅയ്യനു അലൽ ഖാദിരി അല്ലാഹു അക്ബർ, ഇതെല്ലാം ശ്രദ്ധിക്കുക. ശരിക്കും മൊഴിയാനും ഉച്ചരിക്കാനൊക്കെ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്ത ഒരാൾ നമ്മൾ കൊടുത്തില്ല. പിന്നെ എല്ലാവരും എന്തെന്നെ ചൊല്ലണോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെയാണ് ഇത്തിബാഇ മാ ഖബറിൽ ബുഖാരി സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. വേറെ എന്തെല്ലാം ദിക്റുണ്ട്, എന്തെല്ലാം പിന്നെ ആയത്തുകളും ഒക്കെ ഉണ്ട്. അന്നേരം ഇതന്നെ വേണോ? അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി ഐ അലിംതുമുനി, ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണ് നിസ്കരിച്ചതെന്നാണ് നിങ്ങൾ അറിഞ്ഞത്, കണ്ടതെന്നല്ല. സഹാബികൾക്ക് മാത്രമല്ലത്, സഹാബികളിലൂടെയാണ് നിങ്ങൾ അറിയുക. സഹാബികളിലൂടെ നിങ്ങൾ എങ്ങനെയാണോ ഞാൻ നിസ്കരിച്ചത് നിങ്ങൾ അറിഞ്ഞത്, അതുപോലെ മനസ്സിലാക്കിയത്, അതുപോലെ നിസ്കരിച്ചോളണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറാണ് ചൊല്ലിയത്. നമ്മളും അതിനെ നമ്മൾ ആലോചിക്കണോ? അല്ലാഹു അക്ബർ എന്ന് നമ്മൾ തക്ബീർ ചൊല്ലുമ്പോൾ
നിബിതങ്ങൾ ചൊല്ലിയ തക്ബീർ, സിദ്ദീഖുൽ അക്ബർ അള്ളാഹു ചൊല്ലിയ തക്ബീർ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സർവ്വ സഹാബികളും ചൊല്ലിയ തക്ബീർ, താബിഈകളും ചൊല്ലിയ തക്ബീർ, അഇമ്മത്തുകൾ ചൊല്ലിയ തക്ബീർ, ഇന്ന് വരെ കഴിഞ്ഞുപോയ മുഴുവൻ സാലിഹീങ്ങളും ചൊല്ലിയ തക്ബീർ, അത് തന്നെയാണ് നമ്മുടെ നിന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നത്. അല്ലാഹു കബീർ എന്നോ അർറഹ്മാനു അക്ബർ എന്നോ പറഞ്ഞാൽ മതിയാവില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മും വേണം, അക്ബർ എന്നുള്ള പദവും വേണമെന്നർത്ഥം. അല്ലാഹു അക്ബർ. അവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, അവിടെ ഒരു മണിക്കലും ഒരു ഉന്നത്തും ഒന്നും വരാൻ യാതൊരു സാധ്യതയില്ല. പക്ഷെ പല ആളുകളും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കേൾക്കലുണ്ട്. എന്താണ് അതിൻ്റെ സാധുത എന്ന് എനിക്കറിയില്ല. അല്ലാഹു അക്ബർ നമ്മൾ തക്ബീറിൽ കേൾക്കല്ലേ അല്ലേ? അല്ലാഹു അക്ബർ എന്നല്ലാതെ അല്ലാഹു ഒക്കെ തിരക്കില്ല. അല്ലാഹു അക്ബർ അവിടെ ഒരു ഉന്നത്ത്, ഒരു മണിച്ച്, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് തക്ബീർ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കുറച്ച് നീട്ടേണ്ടി വരും. ഇന്ത്യക്കാല തക്ബീറൊക്കെ നീട്ടണം. ആ തക്ബീറും ഏത് തക്ബീറായിരുന്നാലും അവിടെ ഒരു ഉന്നത്തും മണിക്കലും ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അക്ബർ അങ്ങനെ തന്നെ ചൊല്ലണം. അല്ലാഹു അക്ബർ. അക്ബർ എന്ന് വയുസന്നു ജസ്മുർ റാഇ, അല്ലാഹു അക്ബർ എന്ന് സുക്കൂന് ചെയ്യുക. റാഇന് സുക്കൂന് കൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടതാണ് സുന്നത്ത്. വയദുറു സിയാദത്തു വാവിൻ സാകിനത്തിൻ കൊടുക്കും. അല്ലാഹു അക്ബർ എത്ര കാലായി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പലരുടെയും തക്ബീർ പല കോലത്തിലുമാണ്. ഒരുപാട് തകരാറുകൾ തക്ബീർ ചൊല്ലുമ്പോൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഉണർത്തുകയാണ്, അല്ലാഹു അക്ബർ എന്നല്ലാതെ ആ ഹു എന്ന ഹ എന്ന അക്ഷരത്തിൻ്റെയും ഹംസ എന്ന അക്ഷരത്തിൻ്റെയും ഇടയിൽ വേറെ ഒരു അക്ഷരത്തിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. വയദുറു സിയാദത്തു വാവിൻ സാകിനത്തിൻ ലിഅന്നഹു യസീറു ജംഅ ലാഹിൻ. അത് മൊയ്ലിയാമാർക്ക് പറഞ്ഞാൽ വേഗം തിരിയും. അല്ലാഹു അക്ബർ എന്ന് വരുമ്പോൾ എന്താവും? ലഹാ യൽഹു എന്ന വെർബ്, ലഹാ യൽഹു ലഹുവൻ വഹുവ ലാഹിൻ, ലാഹിൻ അശ്രദ്ധൻ എന്ന അർത്ഥം. അതിൻ്റെ പ്ലൂരലാണ് ലാഹൂന. അതിനെ മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യാന്ന് പറയും. അപ്പോഴെന്ത് ചെയ്യും? നൂനങ്ങോട്ട് പോകും. ലാഹു അക്ബർ, അക്ബറിൻ്റെ ലാഹു എന്നാണ് വരിക. അതുകൊണ്ട് അർത്ഥം തന്നെ അടിമുടി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു എന്ന ആ ഹാഇൻ്റെ ശേഷം ഹംദിൻ്റെ മുമ്പ് ഒരു വാവ് ജാസ്തിയാക്കാൻ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് പറയാൻ പാടില്ല. അതുപോലെ ഔ മുത്തഹരിക്ക, അല്ലാഹു അക്ബർ എന്നും പറയാൻ പാടില്ല രണ്ട് കലിമത്തിൻ്റെ ഇടയിൽ. അതുപോലെ വല്ലാഹു അക്ബർ ക മുത്തഹരിക്കത്തിൻ ഖബലഹുമ, രണ്ടിൻ്റെയും മുമ്പ് വല്ലാഹു അക്ബറും പാടില്ല. പിന്നെ അല്ലാഹു അക്ബർ എന്ന് തന്നെ ചൊല്ലണം. അത് ആദ്യത്തെ തക്ബീർ നിസ്കാരത്തിൻ്റെ ഘടകമാണ്. അത് കൃത്യമായി തന്നെ ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരം സഹിഹാവുകയില്ല, നിസ്കാരത്തിലേക്ക് കടക്കലും നടക്കൂല. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ജനാസ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ജനാസ നിസ്കാരത്തിലെ 4 തക്ബീറുകളും ആ നിസ്കാരത്തിൻ്റെ റുക്നാണ്, പ്രധാന ഘടകമാണ്. എന്നാ പറഞ്ഞ മനസ്സിലായിപ്പോ? പറഞ്ഞോ? തിരിഞ്ഞോ? എന്തല്ലോ ഇങ്ങനെ മരയിച്ചിരിക്കണ, തിരിഞ്ഞിക്കോ? എന്തെന്നാ തിരിഞ്ഞേ? അതെ, മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറുണ്ടല്ലോ. 4 തക്ബീറും അതിനിടയിൽ ഫാത്തിഹയും സ്വലാത്തും ദുആയും സലാമും ആണല്ലോ സംഗതി. ഈ 4 തക്ബീറുകളും മയ്യത്ത് നിസ്കാരത്തിൻ്റെ റുക്നാണ്, പ്രധാന ഘടകമാണ്. മറ്റുള്ള നിസ്കാരങ്ങളിലെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അതേ പ്രാധാന്യമാണ് മയ്യത്ത് നിസ്കാരത്തിലെ 4 തക്ബീറുകളും. മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആളുകൾ ഉസ്താദുമാർക്ക് ഉണർത്തുന്നത് വളരെ ആവശ്യമാണ്. കാരണം ഇന്ത്യക്കാരൻ്റെ തക്ബീർ അതും മര്യാദയ്ക്ക് തന്നെ ചൊല്ലണ്ട്, എന്നാലും അതിലേശം അപ്പുറം ഇപ്പുറം ആയിപ്പോയാലും പ്രശ്നം വരുന്നില്ലല്ലോ. അതുപോലെ ഒരു ലാഘവത്തോടെ ഈ തക്ബീർ ഒരിക്കലും കാണാൻ പാടില്ല. 4 തക്ബീറുകളും റുക്കനാണ്. അപ്പം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അങ്ങനെ തന്നെ ചൊല്ലേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു.
വയുസന്നു റഫ്ഉ യദൈഹി ഫീ തക്ബീറത്തിൻ തക്ബീറിൽ തക്ബീർ ചൊല്ലുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്താണ്. അല്ലാഹു അല്ലദീ ലിതഹരീമി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ കൈ ഉയർത്തണം. ഇജ്മാ ഉള്ള കാര്യമാണത്. മുസ്ലിം ഉമ്മത്തിൻ്റെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരുടെ ഏകോപനമാണ്. ബൽ ഖാല ഇബ്നു ഖുസൈമ വഗൈറുഹു ബിവുജൂബി ദാലിക. ഇബ്നു ഖുസൈമയും മറ്റും റഹ്മത്തുള്ളാഹി അലൈഹിം അവർ എന്തായിട്ടുണ്ട്, അത് നിർബന്ധമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കൈ ഉയർത്തൽ, കൈ ഉയർത്തുന്നത് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ റെഡിയിൽ മനസ്സിലാവും. തക്ബീർ തുടങ്ങുന്നു, കൈ ഉയർത്തൽ തുടങ്ങുന്നു. തക്ബീർ തീരുന്ന്, കൈ ഉയർത്തൽ തീരുന്ന്, എന്നിട്ട് എടുത്ത് കെട്ടുന്നു. അതാണ് അതിൻ്റെ ശരിയായ രൂപം. അല്ലാഹു അക്ബർ. പിന്നെ പല കോലങ്ങളും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇങ്ങനെ ഒരു കുലുക്കലും ഒരു പിടിക്കലും കിട്ടിപ്പോയി എന്നുള്ള ആൾക്ക് എന്തെല്ലാം കളിയാണ് ഓരോരുത്തർ നിസ്കരിക്കുമ്പോൾ കളിക്കുക. ഇമാമിങ്ങളടക്കം ചിലപ്പോൾ കളിക്കുന്ന കളിയാണ്. എത്ര വ്യക്തമായ എത്ര അച്ചടക്കത്തിലാണ് അത് പഠിപ്പിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു. അല്ലാഹു അക്ബർ ആളിങ്ങനെ പറയും. കുറേ നീട്ടിയിട്ട് കാര്യങ്ങൾ ആരും അഭിപ്രായപ്പെടാത്ത ഒരുപാട് നീട്ടം. ആ മൗമികൾ കുറച്ചുപോലെ എന്തും സംഭവം എന്തെന്നാ ഇതെവിടെ എത്തുക എന്നൊക്കെ വിചാരിക്കുന്ന രൂപത്തിൽ ചില ഇമാമികളും ചെയ്യുന്നതാണ്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. തക്ബീറൊക്കെ നല്ല ഭംഗിയിൽ എത്ര റാഹത്തുണ്ടല്ലേ ആ തക്ബീറിൻ്റെ അച്ചടക്കങ്ങളൊക്കെ. അല്ലാഹു അക്ബർ, ഖലാസ്, ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ തന്നെ ചെല്ലണം. തക്ബീർ കൈ ഉയർത്തേണ്ടത് എങ്ങനെയാ? കൈ ഉയർത്തേണ്ടത് ഇങ്ങനെയല്ല. ചിലർ ഇങ്ങനെയാണ് ഉയർത്തുക, അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഉയർത്തേണ്ടത്. അതിവിടെയാണ് ഇങ്ങനെയാണ് വരേണ്ടത്. ഈ പെരുവിരൽ നമ്മളെ ഈ തുണിച്ചെവിയില്ല, ഇവിടെ വരുന്ന രൂപത്തിൽ വിരലുകളുടെ അഗ്രം ചെവിയുടെ മേൽഭാഗത്തേക്ക് നിലക്ക്, കൈപ്പടത്തിൻ്റെ പുറം ഭാഗം നമ്മുടെ ചുമലിലേക്കും നേരിടുന്ന നിലക്ക്. ഹദീസിൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ആ ഹദീസുകളൊക്കെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ ജംഅ ചെയ്തുകൊണ്ട് സംഗതിയെല്ലാം ശരിയാണ്. ചിലർ ഈ വിരൽ നോക്കിയിട്ട് എന്ത് ചെയ്തു, ഈ പിന്നെ ചെവിയുടെ ഈ തുണിച്ചെവി ഇതുണ്ടല്ലോ, ഈ ലോലമായ ചെവിയുടെ ഇവിടത്തേക്ക് ഉയർത്തി. ഹദീസിൽ വിശദീകരിക്കുമ്പോൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയെന്ന് മറ്റും പറയുമ്പോൾ വ്യത്യസ്ത റിപ്പോർട്ട് വന്നാണ്. അപ്പോൾ അതൊന്നും വൈരുദ്ധ്യങ്ങളല്ല. ഞാൻ പറഞ്ഞില്ല മുമ്പ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഞാൻ ഈ പ്രാവശ്യത്തെ പ്രശ്നം കാര്യമായിട്ടൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. വൈരുദ്ധ്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകാൻ ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞില്ല. തങ്ങൾ കേട്ടുകൊന്നും അറിയില്ല. 8 സംഗതികൾ ഒത്തുകൂടിയാൽ മാത്രമേ എന്താവുള്ളൂ, വൈരുദ്ധ്യം എന്ന് പറയുന്ന സംഗതി ലോകത്ത് സംജാതമാവുകയുള്ളൂ. ഞാൻ വിശദമായിട്ട് എന്തായിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ റിപ്പോർട്ടുകളൊന്നും വൈരുദ്ധ്യങ്ങളല്ല, എല്ലാം റെഡിയാണ്. അപ്പോൾ ഒരു സഹാബി അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതാണ് പരിഗണിച്ചത്. അപ്പോൾ ഇവിടെ ഉയർത്തിയെന്ന് പറഞ്ഞു റെഡിയാണ്. വേറെ ഒരു സഹാബി പറയുമ്പോൾ ഈ വിരലിൻ്റെ അഗ്രത്തെയാണ് പറഞ്ഞത്, അപ്പോൾ തുണി ചെവിയുടെ മേലെ എന്ന് പറഞ്ഞ്. വേറെ സഹാബി ഇതാണ് പരിഗണിച്ചത്, അപ്പോൾ ചുമലിനായിരുന്നു. റെഡിയാണ്, എല്ലാം റെഡി തന്നെയാണ്. സംഗതി ഒന്നുമില്ല, വൈരുദ്ധ്യമില്ല. ഇതാണ് മുഹദ്ദിസുകളൊക്കെ സാധാരണ ശാരിഹീങ്ങൾ അവരുടെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുടെ ശറഹ് എഴുതുമ്പോൾ ഇത്തരം വിഷയങ്ങളാണ് ചെയ്യുക. ആ ഹദീസും ഈ ഹദീസും തമ്മിൽ എതിരുണ്ടോ? ഒന്നും എതിരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവിലൂടെ പുറത്തു വന്ന വാക്കുകൾ അത് മുഴുവനും വസ്തുനിഷ്ഠമായി കൃത്യമായി എഴുതി രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് ചോദിക്കുക. ഇപ്പം ഈ അങ്ങാടിയിൽ എന്തെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടായി നോക്കുക, ഒരു നട്ടുച്ച സമയത്ത്. എന്നിട്ട് 10 ആൾ ഇവിടത്തേക്ക് വന്ന് അത് കണ്ടും കൊണ്ട് എന്നാൽ 10 ആൾ 11 രൂപത്തിൽ അവതരിപ്പിക്കുക. 11 ഞാൻ ഏറെ പറഞ്ഞാണെങ്കിൽ 10 രൂപത്തിലൊക്കെ അവതരിപ്പിക്കുക. ഇപ്പം ഇവിടെ ലൈവായിട്ട് നടന്ന് പകല് ഇവിടെ നടന്ന സംഭവം അല്ലേ, 10 ആൾ 10 രൂപത്തിൽ ചിലപ്പോൾ അവതരിപ്പിക്കുക. ഇതൊന്ന് ആലോചിക്കുക. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് നാവിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ, എന്തെങ്കിലും ഒരു ഡൗട്ട്, നബിതങ്ങൾ പറഞ്ഞ വാക്ക് അതാണോ ഇതാണോ അല്ലേ? ലാതിരി പറഞ്ഞില്ലേ ഒരു അമ്മൽ മൂമിനു അവിൽ അമ്മൽ മുനാഫിഖു അവിൽ കാഫിറു, ഒരു ഹദീസ് ഉണ്ട് പിന്നെ ഖബറുൽ അദാമിനെ പറ്റി പറഞ്ഞെടുത്ത്. അങ്ങനെ പല സ്ഥലത്തും കാണാം ഏതാണ് വാചകം പറഞ്ഞതെന്ന്
കൃത്യമായി ഓർമ്മയില്ലാതിരിക്കുമ്പോൾ അതോ ഇതോ തറപ്പിച്ച് പറയുന്നില്ല, രണ്ടും കൂടി പറയാം. ഒന്നുകിൽ നബിതങ്ങൾ ആ വാചകമാണ് പറഞ്ഞത്, അല്ല ഈ വാചകമാണ് പറഞ്ഞത്. അവർക്കതിൽ യാതൊരു മടിയുമില്ല. എൻ്റെ ശ്രദ്ധ വിട്ടുപോയി എന്നാരും വിചാരിക്കോ, എനിക്ക് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാരും വിചാരിക്കോ, അങ്ങനെയൊന്നും അവർക്ക് യാതൊരു ഇതില്ല, അഭിമാന പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് അവർക്ക് ഓർമ്മ, പിന്നെ ചെറിയൊരു ഡൗട്ട് ആ വേർഡിൽ ഉണ്ടെങ്കിൽ അവരെന്ത് രണ്ട് വേർഡും പറയും. ഒന്നുകിൽ അതാണ് നബിതങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്. ഇതാണ് ഹദീസിൻ്റെ ഒക്കെ അവസ്ഥ. അതുകൊണ്ട് ഹദീസിൽ വന്ന വിഷയങ്ങൾ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വരുമ്പോൾ ആ റിപ്പോർട്ടുകളെല്ലാം ഒന്ന് തന്നെയാണ്, ഇതൊന്നും പരസ്പരം വൈരുദ്ധ്യമല്ല എന്ന് മുഹദ്ദിസുകൾ പറയും. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു പോലത്തെ മഹാന്മാർ ഇത് വിശദീകരിക്കും. അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അപ്പം അങ്ങനെ കൈ ഉയർത്തൽ എന്താണ്? സുന്നത്താണ്. അതാ വല്ല സഹു റഫ്ഉഹു അങ്ങനെയാണ്. കൈ ഉയർത്തൽ തുടങ്ങുന്നത് തക്ബീർ തുടങ്ങുമ്പോൾ, കൈ ഉയർത്തൽ അവസാനിക്കുന്നത് തക്ബീർ അവസാനിക്കുമ്പോൾ കൈ ഉയർത്തൽ അവസാനിക്കുന്നത്, എന്നിട്ട് താഴെ ഇങ്ങനെ കേട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചിരുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد. أرحم الراحمين يا رب. സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം നീ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളിലേക്ക് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കണേ അല്ലാ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ നാടുകളിലും ഞങ്ങളുടെ സംസ്ഥാനത്തും ഞങ്ങളുടെ രാജ്യത്തും ലോകരാഷ്ട്രങ്ങളിലും നീ സമാധാനം നിലനിർത്തി തരണേ അല്ലാ. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം അത് നേരത്തെ നിശ്ചയിച്ച നിൻ്റെ വിശാലമായ ഇൽമനുസരിച്ചുകൊണ്ട് നീ അറിഞ്ഞതും നീ കണക്കാക്കിയതുമാണ്. എന്നാലും സാധുക്കളായ ഞങ്ങൾക്ക് ഇതൊന്നും താങ്ങാൻ കഴിയാത്ത ദുർബലന്മാരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വജനങ്ങൾക്കും നിരപരാധികളായ ജനങ്ങൾക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ. എല്ലാവരെയും എല്ലാ രാജ്യത്തെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. എത്രയോ നിരപരാധികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹുവേ നീ കാക്കണേ അല്ലാ. ഈ വിശുദ്ധ റമളാനിൻ്റെ രാപ്പകലുകളിൽ രക്തച്ചൊരിച്ചലുണ്ടാകുന്ന ആ യുദ്ധം നീ പെട്ടെന്ന് നിർത്തിത്തരണം റഹ്മാനെ. യാ അല്ലാഹ് യാ അലീമസ് സുൽത്താൻ യാ ഖദീമൽ ഇഹ്സാൻ യാ ദൽ ഫദ്ലി വൽ ഇഹ്സാൻ. യാ അല്ലാഹ്, അധികാരം മുഴുവനും നിൻ്റെ കയ്യിലാണ്. എല്ലാ രാജാക്കന്മാരും നിൻ്റെ കീഴിലാണ്. അർഹമുർറാഹിമീനായ റബ്ബേ, നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. എല്ലാ ജീവികളുടെയും എല്ലാ മനുഷ്യന്മാരുടെയും നിൻ്റെ നിയന്ത്രണത്തിലുള്ള അന്താഹിദും ബിനാസിയത്തിഹാ, നിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ജീവികളുടെയും എല്ലാത്തിൻ്റെയും ശർറിനെ തൊട്ട് ഞങ്ങൾ നിന്നെ കൊണ്ട് കാവൽ ചോദിക്കുന്നു അല്ലാ. ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഉയർത്തിയ കൈകൾ നീ വെറുതെയാക്കല്ലേ അല്ലാ. പലരും വലിയ ഭയാശങ്കയിലാണ് അല്ലാഹുവേ. ഇവിടെ യുദ്ധം നടന്നാലും ലോകമൊട്ടാകെ അതിൻ്റെ പ്രത്യാഘാതമാണ് അല്ലാ. അല്ലാ, നീ പൂർണ്ണമായി സലാമത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും നൽകണം റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, സാധുക്കളാണ് ഞങ്ങൾക്ക് യാതൊരു കൗശലവുമില്ല, ഞങ്ങൾക്കൊരു വിഷയവും ചെയ്യാൻ കഴിവില്ല. നീ കഴിവ് തന്നാലല്ലാതെ ഞങ്ങളുടെ എല്ലാ വിഷയവും നീ ഏറ്റെടുക്കണം റഹ്മാനെ. നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ വിട്ട് പിരിഞ്ഞ് മൺമറഞ്ഞു പോയ എൻ്റെ പെങ്ങളെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാ, ഈ പരിശുദ്ധ റമളാനിൻ്റെ സമയങ്ങൾ വേഗം വേഗം കഴിഞ്ഞു പോകുന്നു. ആർക്കെല്ലാമാണ് നീ കാരുണ്യം ചെയ്തതെന്നറിയില്ല, ആരെല്ലാമാണ് ഈ റമളാനിൽ സമ്പാദിച്ചതെന്നറിയില്ല. ഞങ്ങളുടെ അമല് വളരെ കുറവാണ്, ഖുർആൻ പാരായണം കുറവാണ്. നീ ഞങ്ങൾക്ക് കാര്യമായിട്ട് തന്ന ഈ അതിഥിയെ
വേണ്ടതുപോലെ സൽക്കരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ വീഴ്ച സംഭവിക്കുന്നവരാണ്, നന്ദി കുറഞ്ഞവരാണ്. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, കിബ്ർ, ഉജ്ബ്, ഹസദ് തുടങ്ങിയ സർവ്വ ദുർഗുണങ്ങളും ഞങ്ങളുടെ ഖൽബിൽ നിന്ന് മാറ്റണം റഹ്മാനെ. ഈമാനും മഅരിഫത്തും ഹുസ്നുൽ ദന്നും സുഹുദും ഖനാഅത്തുമെല്ലാം തുടങ്ങിയ സൽഗുണങ്ങൾ ഞങ്ങളുടെ ഖൽബിൽ നീ പുനഃസ്ഥാപിക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും എല്ലാ സ്ഥലത്തും നിന്റെ കാവൽ നൽകണം റഹ്മാനെ. ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, ഇവിടെ യാത്രയിലൊക്കെ നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യത്തോടെ, ഇസ്സത്തോടെ, തഖ്വയോടെ, ഐശ്വര്യത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ ചേർക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.